ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് 5 ഇയർ പ്ലാൻ ആണ് കേട്ടോ. അപ്പോൾ എത്ര പഠിച്ചിട്ടും ഈ ഒരു ടോപ്പിക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല എന്നൊക്കെ കുറച്ച് പേര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പം ഞാനൊരു ഉറപ്പ് തരാം, എന്തായാലും ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഈ പോയിന്റ്സ് നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ ഒറ്റ സ്ട്രെച്ചിലല്ല കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്, നമ്മൾ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ മൈൻഡിൽ അത് കൂടുതൽ നിൽക്കും കേട്ടോ. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ പല ദിവസങ്ങളായിട്ടാണ് അത് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഏറ്റവും അവസാനം നമുക്ക് എല്ലാ വീഡിയോസും കൂടിയിട്ട് ഞാൻ ഒറ്റ വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ നിങ്ങൾക്കത് റിവിഷനായിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനൊരു കഥാ ഫോമിലാണ് ഇന്നത്തെ ഈ ഒരു കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് എന്താണ് 5 ഇയർ പ്ലാൻ, അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊന്നും അറിയാം, എന്നിട്ട് നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഈ 5 ഇയർ പ്ലാൻ്റെ കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് റഷ്യയാണ്. ഏത് രാജ്യമാണ്? റഷ്യയാണ്. അപ്പോൾ ജോസഫ് സ്റ്റാലിൻ ആയിരുന്നു ഇത് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജോസഫ് സ്റ്റാലിൻ, വർഷം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1928 ഏത് വർഷമാണ്? 1928. അപ്പോൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത് റഷ്യയിലാണ്. ജോസഫ് സ്റ്റാലിൻ 1928 കേട്ടോ. പിന്നെ അവരുടെ പാതയൊക്കെ സ്വീകരിച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യ ഈ 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അപ്പം ആരെ അനുകരിച്ചിട്ടാണ് ഇന്ത്യ 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ റഷ്യ അനുകരിച്ചിട്ടാണ്. അത് ഓക്കെയല്ലേ? ഇനി നമുക്ക് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നുള്ളൂ ഈ പറഞ്ഞിട്ടുള്ള 5 ഇയർ പ്ലാൻ ഇന്ത്യ അഡോപ്റ്റ് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് കുറച്ച് നാളൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. നമുക്കിതിൻ്റെ വരായ്മകളൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലാനിങ് വേണമായിരുന്നു അല്ലേ? ഏതൊരു കാര്യം നമ്മൾ ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു പ്ലാനിങ് വേണം. അപ്പോൾ ആ ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്ലാനിങ് കമ്മീഷനായിരുന്നു. അപ്പോൾ ഈ പ്ലാനിങ് കമ്മീഷൻ ഉണ്ടല്ലോ, ഈ 5 വർഷത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുക, എന്നിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻകമും എക്സ്പെൻഡിച്ചറൊക്കെ നോക്കുക. 5 വർഷത്തെ ഒരു പ്ലാൻഡ് ബഡ്ജറ്റായിരുന്നു കേട്ടോ അവർ നോക്കിക്കൊണ്ടിരുന്നത്. 5 വർഷത്തെ പ്ലാൻഡ് ബഡ്ജറ്റ്, അല്ലാണ്ട് ഇയർലി ബഡ്ജറ്റ് ഉണ്ട്. ഇയർലി ബഡ്ജറ്റ് എന്ന് പറയുന്നത് പ്ലാൻഡ് അല്ല, നോൺ പ്ലാൻഡ് ബഡ്ജറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ 5 വർഷത്തെ പ്ലാൻഡ് ബഡ്ജറ്റായിരുന്നു അവർ നോക്കിക്കൊണ്ടിരുന്നത്. 1951 മുതൽ 2017 വരെ ഈ 5 ഇയർ പ്ലാൻ ആണ് നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിനുശേഷം നീതി ആയോഗിൻ്റെ വരവോടുകൂടി ഈ 5 ഇയർ പ്ലാൻ്റെ കൺസെപ്റ്റ് മാറി നീതി ആയോഗാണ് പിന്നെ ആ ചുമതലയൊക്കെ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ 1951 മുതൽ 2017 വരെയാണ് നമ്മൾ ഈ 5 ഇയർ പ്ലാൻ ഫോളോ ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് മുൻപുണ്ടല്ലോ, നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടതായിട്ട് വന്നിരുന്നു. അതായത് നമുക്ക് ഫ്രീഡം കിട്ടിയിട്ട് ഒരുപാട് നാളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അഭയാർത്ഥികളൊക്കെ ഇങ്ങോട്ട് വന്നു തുടങ്ങി. അവരുടെ കാര്യം നോക്കണം, അതേപോലെ തന്നെ അവർക്ക് ഷെൽട്ടറൊക്കെ കൊടുക്കണം. പിന്നെ ഈ ഫുഡിൻ്റെ ഒക്കെ സ്കെയർസിറ്റി വന്നു, ഷോർട്ടേജൊക്കെ വന്നു. അപ്പോൾ നമ്മൾ സെൽഫ് സഫിഷ്യൻ്റൊന്നും ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം, പിന്നെ പണപ്പെരുപ്പം കുറയ്ക്കണം, പിന്നെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ കുറയ്ക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇന്ത്യ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിരുന്നാലും ഇന്ത്യ ആഗ്രഹിച്ചതൊരു 2.1% GDP ഗ്രോത്ത് റേറ്റ് ആയിരുന്നു കേട്ടോ. പക്ഷേ ഇന്ത്യക്ക് കിട്ടിയിട്ടുള്ളത് 3.6% ആണ് GDP ഗ്രോത്ത് റേറ്റ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആയിരുന്നു. വേണമെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരാം, ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നോ അല്ലയോ? എന്താണ്? സക്സസ്ഫുൾ ആണ്. കാരണം നമ്മൾ ആഗ്രഹിച്ചുള്ള 2.1% ആണെങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ളത് 3.6% GDP ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ കഥ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ്റെ ഡ്യൂറേഷൻ കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 1951 മുതൽ 1956 വരെയാണ് കേട്ടോ. ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലേ? അപ്പോൾ അതിനകത്ത് ഒന്നുണ്ടല്ലോ, അതേപോലെ തന്നെ 1 വെച്ചിട്ടുള്ള 51 കേട്ടോ. 1951 മുതൽ 56 വരെ. അപ്പോൾ നമ്മുടെ കഥയ്ക്ക് ശേഷം ഉണ്ടല്ലോ PSCയിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഥ എങ്ങനെയാണ്? ഒരു രാജാവ് ഉണ്ടായിരുന്നേ. ഈ രാജാവിൻ്റെ തോട്ടത്തിൽ കൃഷിക്കാരനായിട്ട് നിന്നിരുന്ന ആളുടെ പേര് ദാമോദരൻ എന്നാണ്. അപ്പം നമ്മുടെ രാജാവിന്, ഫോട്ടോ നോക്കിയേ, നമ്മുടെ ബാഹുബലി കേട്ടോ രാജാവ്. അപ്പോൾ നമ്മുടെ രാജാവിന് ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിലെ കർഷകൻ ആരാ? ഈ ഫോട്ടോയിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ദാമോദരനാണ്. ആരാണ്? ദാമോദരനാണ്. ഇനി നമ്മുടെ രാജാവ് ഈ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ കുറേ ഡാമുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഡാമുകളൊക്കെ നമ്മുടെ രാജാവ് പണിത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ദാമോദരൻ എന്ന് പറയുന്ന കൃഷിക്കാരനാണെങ്കിൽ കൂടി ഉണ്ടല്ലോ, നമ്മുടെ ദാമോദരന് ഭയങ്കര എയിമായിരുന്നു ലൈഫിനകത്ത്. എങ്ങനെയെങ്കിലും IIT പാസ്സാവണം, ഇതായിരുന്നു പുള്ളിക്കാരൻ്റെ എയിം. എന്തായിരുന്നു? എങ്ങനെയെങ്കിലും IIT പാസ്സാവണം.
അപ്പോൾ നമുക്കറിയാം IIT പാസ്സാവുന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 വർഷം എടുത്താലും പുള്ളിക്കാരന് കുഴപ്പമൊന്നുമില്ല. എന്നാലും എങ്ങനെയെങ്കിലും IIT പാസ്സാവണം എന്നുള്ളൊരു എയിമായിരുന്നു ദാമോദരൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് പഠിക്കണം, എന്നാലല്ലേ IIT ഒക്കെ പാസ്സാവാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റി പോയി പഠിക്കണം. അതുപോലെ തന്നെ കുടുംബാസൂത്രണമൊക്കെ പുള്ളിക്കാരൻ ചെയ്തിരുന്നു. കുടുംബാസൂത്രണമൊക്കെ ഉണ്ടായിരുന്നു, കാരണം ഇപ്പോൾ പഠിക്കുകയാണല്ലോ, അപ്പോൾ കുടുംബാസൂത്രണം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകണമെങ്കിൽ എന്ത് വേണം? നല്ല കാശ് വേണം അല്ലേ, നല്ല ധനം വേണം. അതേപോലെ തന്നെ നമ്മുടെ ദാമോദരൻ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭക്തനായിരുന്നു കേട്ടോ, രാമഭക്തനായിരുന്നേ. കാരണം എങ്ങനെയെങ്കിലും IIT കിട്ടണം അല്ലേ, നാം പാതി ദൈവം പാതി എന്നല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു രാമഭക്തനും കൂടിയായിരുന്നു കേട്ടോ ദാമോദരൻ. ഇനി നമുക്ക് ഈ കഥേനകത്തുള്ള കീവേഡ്സ് ഒന്ന് മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്, ഒരു രാജാവുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ രാജാവ് വെച്ചിട്ടാണ് നമ്മൾ KN രാജ് എന്നുള്ള പേര് ഓർത്ത് വയ്ക്കുന്നത് കേട്ടോ. KN രാജ്, രാജാവിനൊരു തോട്ടമുണ്ട്. ആ തോട്ടം എന്ന് പറയുമ്പോൾ തോട്ടപ്പള്ളി സ്പിൽവേ ആണ് നമ്മളവിടെ കണക്ട് ചെയ്യുന്നത് കേട്ടോ, തോട്ടപ്പള്ളി സ്പിൽവേ. പിന്നെന്താ, ഈ തോട്ടത്തിൽ കൃഷി ചെയ്യാൻ വന്നിട്ടുള്ള ആളുടെ പേര് ദാമോദരനായിരുന്നു അല്ലേ. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ എന്താ മൈൻഡിലേക്ക് വരേണ്ടത്? കാർഷിക പദ്ധതി. എന്താണ് കാർഷിക പദ്ധതി? ദാമോദരൻ എന്ന് പറയുമ്പോൾ ദാമോദർ വാലി പ്രോജക്റ്റും, ദാമോദർ എന്ന് പറയുന്ന പോലെ തന്നെ ഡോമർ, ദാമോദർ ഡോമർ, ഹരോൾഡ് ഡോമർ മോഡലും മൈൻഡിലേക്ക് വരണം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് രാജാവ് കുറച്ച് ഡാമുകളൊക്കെ പണിതിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് 4 ഡാമുകളാണ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള 4 ഡാമുകളാണ് ഉള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? ഹിരാക്കുഡ് ഡാമുണ്ട്, മേട്ടൂർ ഡാമുണ്ട്, ബക്രാനങ്കൽ ഡാം, നാഗാർജുന സാഗർ ഡാം. ഏതൊക്കെയാണ്? ഹിരാക്കുഡ്, മേട്ടൂർ, ബക്രാനങ്കൽ, നാഗാർജുന സാഗർ ഡാം. അപ്പോൾ അത് ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഡാമുകളൊക്കെ നമ്മുടെ ഭൂമിയിലല്ലേ ഉള്ളത് അല്ലേ. അപ്പോൾ ഭൂമിയിനകത്ത് ഇംഗ്ലീഷിൽ നമ്മൾ ഭൂമി എന്ന് എഴുതുമ്പോൾ BHM ഒക്കെ വരില്ലേ, അങ്ങനെ B വെച്ചിട്ട്, B സ്റ്റാൻഡ്സ് ഫോർ ബക്രാനങ്കൽ, H എന്ന് പറയുന്നത് ഹിരാക്കുഡ്, M എന്ന് പറയുന്നത് മേട്ടൂർ ഡാം. അതിൻ്റെ ഒപ്പം തന്നെ നാഗാർജുന സാഗർ ഡാമും കൂടെ ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കർഷകനായിട്ടുള്ള ദാമോദരന് ഭയങ്കര ഒരു എയിം ഉണ്ടായിരുന്നു അല്ലേ, എങ്ങനെയെങ്കിലും IIT പാസ്സാവണം എന്നുള്ളതായിരുന്നു എയിം. അപ്പോൾ എയിം എന്ന് പറയുമ്പോൾ നമ്മൾ എയിംസ് ആണ് ആലോചിക്കുന്നത് കേട്ടോ. അപ്പോൾ എയിംസും ഓർത്ത് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു IIT എങ്ങനെയെങ്കിലും പാസ്സാവണം, അങ്ങനെ 5 IIT ഉണ്ടെന്നുള്ള രീതിയിലും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക കേട്ടോ. 5 IIT ആണ്. അപ്പോൾ നമ്മുടെ ദാമോദരൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് IIT എങ്ങനെയെങ്കിലും പാസ്സാവണം എന്നാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യണം നമ്മൾ പറഞ്ഞു. ആ യൂണിവേഴ്സിറ്റി വെച്ചിട്ടാണ് നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പഠിക്കുന്നത് കേട്ടോ, UGC. പിന്നെ കുടുംബാസൂത്രണം ആലോചിക്കാൻ പറ്റും. പിന്നെ പിന്നെ ഈ യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ധനം വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ ധനം വെച്ചിട്ടാണ് നമ്മൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ പഠിക്കുന്നത് കേട്ടോ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. ധനം എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ആ ധനവും സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ടൊന്ന് കണക്ട് ചെയ്തൂടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, അതായത് CSOടെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഓർക്കുക, CSOവും ഓർക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ദാമോദരൻ ഒരു രാമഭക്തനാണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ രാമഭക്തൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് B രാമറാവു ആണ് കേട്ടോ, B രാമറാവു. ഇനി PSCക്ക് എങ്ങനെയാണ് ചോദിക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ള മലയാളി ആരാണ്? KN രാജ്, അതാണ് നമ്മുടെ രാജാവ് കേട്ടോ. അപ്പോൾ KN രാജ് 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ള മലയാളിയാണ്, പ്രിയാമ്പിൾ തയ്യാറാക്കിയിട്ടുള്ള മലയാളിയാണ് കേട്ടോ KN രാജ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജാവിനെ ആലോചിക്കുക, രാജാവിൻ്റെ മുഖം എന്നൊക്കെ ആലോചിക്കുക. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആമുഖം തയ്യാറാക്കിയിട്ടുള്ള മലയാളിയായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം, KN രാജാണ്. പിന്നെയുള്ളത് നമ്മുടെ തോട്ടപ്പള്ളി സ്പിൽവേ ആണ്, അതാണ് നമ്മുടെ തോട്ടവുമായിട്ട് നമ്മൾ പറഞ്ഞത്. ഈ തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചത് 1955 കേട്ടോ. അതായത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് ഈ പറഞ്ഞിട്ടുള്ള തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചിട്ടുള്ളത്, 1955. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ സ്പിൽവേനകത്ത് S എന്ന് എടുത്തോളൂ അല്ലേ, S പോലെ തന്നെയല്ലേ 5 ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ 1955 തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചത്. അല്ലെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിക്കാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. മനസ്സിലായി? അപ്പോൾ നമ്മുടെ രാജാവും പിന്നെ തോട്ടപ്പള്ളി, നമ്മുടെ തോട്ടവും പറഞ്ഞു കഴിഞ്ഞു കേട്ടോ. പിന്നെ കാർഷിക പദ്ധതി, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷിക്കാണ്, അല്ലെങ്കിൽ കാർഷിക പദ്ധതിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തിനാണ്? കൃഷിക്കാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ്? 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അടുത്ത് നമ്മുടെ കർഷകനായിട്ടുള്ള ദാമോദരനാണ് അല്ലേ. അപ്പോൾ ദാമോദരൻ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് 2 പോയിന്റുകളാണ് നമ്മുടെ അവിടെ ആലോചിക്കുന്നത്. എന്തൊക്കെയാണ്? ഒന്ന് ദാമോദർ വാലി പ്രോജക്റ്റും ഒന്ന് ഡോമർ മോഡലും കേട്ടോ. ഡോമർ, ദാമോദരൻ, ഡോമർ കേട്ടോ. ദാമോദർ വാലിയും ഡോമർ കേട്ടോ. അത് രണ്ടും നമ്മുടെ മൈൻഡിലേക്ക് വരണേ. അപ്പോൾ ചോദ്യം ഇങ്ങനെയായിരിക്കാം PSCക്ക് ചോദിക്കുന്നത്, ദാമോദർ വാലി പ്രോജക്റ്റ് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് വന്നിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ 1ാം പഞ്ചവത്സര പദ്ധതി. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ദാമോദരനൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം വരാം, 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹരോൾഡ് ഡോമർ മോഡൽ. ഇമ്പോർട്ടൻ്റ് ആണ്, ഹരോൾഡ് ഡോമർ മോഡൽ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ രാജാവ് കൃഷിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡാമൊക്കെ, വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡാമൊക്കെ പണിതു എന്ന് പറഞ്ഞു അല്ലേ.
അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ ചോദ്യം വരാം, ഹിരാക്കുഡ് ഡാം, മേട്ടൂർ ഡാം, ബക്രാനങ്കൽ ഡാം, നാഗാർജുന സാഗർ ഡാമൊക്കെ ഏത് 5 ഇയർ പ്ലാനിലാണ് വന്നിട്ടുണ്ടായിരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ദാമോദരന് നല്ലൊരു എയിം ഉണ്ടായിരുന്നു അല്ലേ, എങ്ങനെയെങ്കിലും IIT പാസ്സാവണം, 5 വർഷം കൊണ്ട് IIT പാസ്സാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ചോദ്യം എങ്ങനെയാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, എയിംസ്, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ, നമ്മുടെ യൂണിവേഴ്സിറ്റി വെച്ചിട്ട് നമ്മൾ പറഞ്ഞത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ കേട്ടോ, എന്നിവ ആരംഭിച്ചിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതിയിലാണ്. അതേപോലെ തന്നെ 5 IIT ഒക്കെ വന്നിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതി. ഓക്കെ, അപ്പം ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചേക്കുക, ഈ UGC അതായത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ വന്നിട്ടുള്ള വർഷം, ഫോം ചെയ്തിട്ടുള്ള വർഷം എന്ന് പറയുന്നത് 1953 കേട്ടോ, 1953. അപ്പോൾ UGC എത്ര അക്ഷരങ്ങളുണ്ട്, 3 അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ 1953 ഈ UGC ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത പോയിൻ്റാണ് കുടുംബാസൂത്രണം. അപ്പോൾ ഈ കുടുംബാസൂത്രണം വന്നിട്ടുള്ളത് ഏത് പദ്ധതി കാലത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് അല്ലേ. അടുത്ത പോയിന്റ് എന്താ, കേന്ദ്ര ധനകാര്യ കമ്മീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ഈ നല്ല യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ധനം വേണമെന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മുടെ കഥയിലെ ധനം. ആ ധനമാണ് ഇവിടെ നമ്മൾ പറയുന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ കേട്ടോ. ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ അതേപോലെ തന്നെ CSO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ? അപ്പോൾ നമ്മൾ ധനം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ധനവും അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സും ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞൂടെ അല്ലേ. അപ്പോൾ CSOയും കൂടെ അതിൻ്റെ ഒപ്പം പഠിച്ചു വെച്ചേക്കുക, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. ഇതെല്ലാം വന്നിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കഥയുടെ ഇത്രയും പാർട്ടും ഒക്കെ ആണല്ലോ. അതേപോലെ തന്നെ PSCയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദിക്കും എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയി അല്ലേ. ഇനി അടുത്ത് നമ്മൾ കഥയുടെ ക്ലൈമാക്സിലേക്ക് കയറുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ കർഷകനായിട്ടുള്ള ദാമോദരന് IIT എഴുതി പാസ്സാവാണ്. 5 വർഷം കൊണ്ട് പുള്ളിക്കാരൻ IIT എഴുതി പാസ്സായിട്ടോ. എന്നിട്ട് പിന്നെ അവിടുന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയേക്കാണ്. അതായത് സാമൂഹിക വികസനത്തിനൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഇറങ്ങിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള സാമൂഹിക വികസന പദ്ധതി. ഏതാണ് സാമൂഹിക വികസന പദ്ധതി? അപ്പോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് നടന്നു കഴിയുമ്പോൾ എന്ത് പറ്റും, നേഷനും ഡെവലപ്പ് ചെയ്യും അല്ലേ. അടുത്ത പോയിന്റ് പഠിച്ചോളൂ, നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ വന്നിട്ടുള്ളത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ് കേട്ടോ. ദേശീയ വികസന വകുപ്പ് വന്നിട്ടുള്ളത് ഫസ്റ്റ് 5 ഇയർ പ്ലാനാണ്. ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റാണ് വ്യോമഗതാഗതം. അതായത് IIT ഒക്കെ എഴുതി പാസ്സായതിന് ശേഷം പുള്ളിക്കാരന് ഭയങ്കര കാശൊക്കെ കിട്ടി, ഫ്ലൈറ്റിലൊക്കെ പോയി എന്ന് ആലോചിക്കുക കേട്ടോ. അങ്ങനെ നമുക്ക് വ്യോമഗതാഗതമായിട്ട് കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ വ്യോമഗതാഗതം വന്നിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാനൊന്ന് വേഗം പറയാം, ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, ഞാനിവിടെ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യാം. 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ജവഹർലാൽ നെഹ്റു ആണ്. 1951 ഡിസംബർ 8 ജവഹർലാൽ നെഹ്റു 1ാം പഞ്ചവത്സര പദ്ധതി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. 1951 ഏപ്രിൽ 1 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. വർഷം നമ്മൾ നേരത്തെ പറഞ്ഞു, 1951 ഏപ്രിൽ 1 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയിട്ടുള്ള മലയാളി പറഞ്ഞു തന്നെ ആരായിരുന്നു? KN രാജ് അല്ലേ. നമ്മുടെ രാജാവിൻ്റെ മുഖവുമായിട്ടൊക്കെ പറഞ്ഞു. നമ്മുടെ ബാഹുബലിയുടെ ഒക്കെ മുഖം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി കേട്ടോ. പിന്നെ തോട്ടപ്പള്ളി സ്പിൽവേ ആരംഭിച്ചിട്ടുള്ളത് വർഷം 1955. നമ്മുടെ സ്പിൽവേനകത്തുള്ള S-ഉം 5-ഉം വെച്ച് നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു. ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയിൽ പ്രഥമ പരിഗണന ലഭിച്ചിട്ടുള്ളത് എന്തിനായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃഷിക്കായിരുന്നു. കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി 1ാം പഞ്ചവത്സര പദ്ധതിയാണ്. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. 1ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം കുടുംബാസൂത്രണം ആവിഷ്കരിച്ചിട്ടുള്ളത് ഏത് പദ്ധതി കാലത്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഫസ്റ്റ് 5 ഇയർ പ്ലാനിലായിരുന്നു കേട്ടോ. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നിട്ടുള്ളത് വർഷം ഏതാ? UGC. അപ്പോൾ 3 ആൽഫബറ്റ്സ് അല്ലേ. അപ്പോൾ 1953 എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 5 IIT-കൾ നിലവിൽ വന്നിട്ടുള്ളത് 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ അതേക്ക് ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരാം കേട്ടോ. പിന്നെ 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിർമ്മിച്ചിട്ടുള്ള പ്രധാന അണക്കെട്ടുകൾ ഏതൊക്കെയായിരുന്നു? ബക്രാനങ്കൽ, ഹിരാക്കുഡ് ഡാം, മേട്ടൂർ ഡാം, നാഗാർജുന സാഗർ ഡാം അല്ലേ. ഇനി 1ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് എത്രയായിരുന്നു? 2.1% ആയിരുന്നു ലക്ഷ്യമിട്ടിട്ടുള്ളത്. കൈവരിച്ചിട്ടുള്ളത് 3.6%. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി 1ാം പഞ്ചവത്സര പദ്ധതിയിലെ പ്രാധാന്യം നൽകിയിരിക്കുന്ന മേഖലകൾ ഏതാണ്? ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൃഷിയാണ്. കാർഷികം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം, ഈ 3 മേഖലയ്ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്തുള്ളത് കേട്ടോ. അപ്പോൾ കൃഷി എന്ന് പറയുമ്പോൾ കൃഷിക്ക് നമ്മൾ വെള്ളം ഒഴിക്കണം അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ജലവുമായിട്ട് കണക്ട് ചെയ്യാം. ജലസേചനം, വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തൂടെ. അങ്ങനെ നമുക്ക് വൈദ്യുതീകരണം കൂടെ ഓർത്ത് വയ്ക്കാം. അപ്പോൾ കൃഷി, ജലസേചനം, വൈദ്യുതീകരണം.
അടുത്ത പോയിന്റ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 1952 ഒക്ടോബർ 2-നാണ് കേട്ടോ. കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 1952 ഒക്ടോബർ 2-നാണ്. അപ്പോൾ നമ്മുടെ കർഷകനായിട്ടുള്ള ദാമോദരൻ എന്ന് പറയുന്നത് ഒരു ഗാന്ധി ഭക്തനാണെന്നൊക്കെ ആലോചിക്കാം കേട്ടോ. അപ്പോൾ ഒക്ടോബർ 2-നാണ് ഈ പറഞ്ഞിട്ടുള്ള സാമൂഹിക വികസന പദ്ധതിയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമും ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 1-ാം പഞ്ചവത്സര പദ്ധതിയിലെ ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ജവഹർലാൽ നെഹ്റു ആണ്. ഡെപ്യൂട്ടി ചെയർമാൻ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുൽസാരിലാൽ നന്ദ. ചെയർമാൻ ജവഹർലാൽ നെഹ്റു, ഡെപ്യൂട്ടി ചെയർമാൻ ആരാണ്? ഗുൽസാരിലാൽ നന്ദ. 1-ാം പഞ്ചവത്സര പദ്ധതിയിലെ RBI ഗവർണർ ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആരാണ്? BR റാവു അല്ലെങ്കിൽ ബി രാമറാവു എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. 1-ാം പഞ്ചവത്സര പദ്ധതിയിലെ RBI ഗവർണർ ആരാണ്? ബി രാമറാവു ആണ് കേട്ടോ. ആരാണ്? ബി രാമറാവു. ഓർത്ത് വയ്ക്കുക. അല്ലെങ്കിൽ BR റാവു എന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഓപ്ഷനിൽ വരിക. ഇനി നമ്മുടെ ലാസ്റ്റ് ചോദ്യമാണ്, ജവഹർലാൽ നെഹ്റു അഭിമാനത്തോടെ ആധുനിക ഇന്ത്യയുടെ ക്ഷേത്രങ്ങളായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ കൊടുത്തതിനകത്ത് ഏതാണ്? ആൻസർ അണക്കെട്ടുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരുപാട് അണക്കെട്ടുകളൊക്കെ നമ്മുടെ രാജാവ് ഉണ്ടാക്കിയത്. അണക്കെട്ടുകളാണ് ആൻസറായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ പറഞ്ഞ കഥയിനകത്തുള്ള ഒരുപാട് പോയിൻറ്റ്സുകൾ നമ്മൾ പറഞ്ഞില്ലേ, ആ പോയിൻറ്റ്സുകളൊക്കെ മിക്കവാറും ചോദിക്കാൻ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതെങ്കിലും ഒരു പോയിന്റ് കൊടുത്തിട്ട് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് തുടങ്ങിയത് അല്ലെങ്കിൽ ഇത് ആരംഭിച്ചത്, അങ്ങനെയൊക്കെ ആയിരിക്കും മിക്കവാറും ചോദിക്കുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് 1-ാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത് ഹരോൾഡ് ഡോമർ മോഡൽ. അതേപോലെ തന്നെ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിരിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? കൃഷി, ജലസേചനം, വൈദ്യുതീകരണം. പിന്നെ നമ്മുടെ വളർച്ചാ നിരക്ക് ആലോചിക്കുക. 2.1% ആണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ നമുക്ക് കൈവരിച്ചിട്ടുള്ളത്, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത് 3.6% ആണ്. ബാക്കിയെല്ലാം നമ്മൾ കഥ വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കഥയിനകത്തുണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ അല്ലേ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ കഥ ഫുള്ള് പറഞ്ഞു, ഈ ഫസ്റ്റ് 5 ഇയർ പ്ലാനായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജാവിൻ്റെ കഥയല്ലേ. അപ്പോൾ നമ്മുടെ ബാഹുബലി 1 ആണെന്ന് ആലോചിക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് 5 ഇയർ പ്ലാനുമായിട്ടും കൂടെ കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ്സ് അനുസരിച്ചിട്ടായിരിക്കും നെക്സ്റ്റ് ക്ലാസ് ഒക്കെ നമ്മൾ ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.